യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞ ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്നത്തെ ദിവസം ദൈവകൃപയാൽ നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ നല്ലൊരു ദിവസം തുടങ്ങുന്നത് തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ ദൈവത്തോടൊപ്പമായിരിക്കുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവവചനം നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നതിന്, നിങ്ങളുടെ എല്ലാ വേദനകളും കർത്താവ് ഒപ്പിയെടുത്ത് നിങ്ങളെ സമാധാനത്തിൽ വിട്ടയക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 27-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? രാജാവായ ദാവീദ് ദൈവസന്നിധിയിൽ തൻ്റെ ആശ്രയം, ദൈവാശ്രയം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ദൈവമാണ് എനിക്ക് അന്ധകാരത്തിൽ പ്രകാശമായി നിൽക്കുന്നത്. ദൈവമാണ് ഏതൊരവസ്ഥയിലും എനിക്ക് രക്ഷയായി നിൽക്കുന്നത്. ആ ദൈവം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഒന്നിനെയും, ഒരു ശത്രുവിനെയും ഞാൻ ഭയപ്പെടുകയില്ല. അവനാണ് എൻ്റെ ജീവിതത്തിന്, ഈ രാജ്യത്തിന്, എൻ്റെ സാമ്രാജ്യത്തിന് കോട്ടയായി നിൽക്കുന്നത്. അങ്ങനെ നാല് ചുറ്റിനും കോട്ടയായി സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ആരെ പേടിക്കണം? ആ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം പ്രഖ്യാപിക്കുകയാണ് സധൈര്യം. നമ്മൾക്കങ്ങനെ ചെയ്യുവാൻ സാധിക്കുമോ? നമ്മൾ ഏതൊരവസ്ഥയിലും എന്ത് കാര്യത്തിനും ലോകത്തെ ആശ്രയിക്കുന്നു. എന്നാൽ അതിന് പകരം നിൻ്റെ കൂടെയുള്ള സർവശക്തനായ ദൈവത്തെ നിനക്ക് ആശ്രയിക്കുവാൻ പറ്റുമോ? ആ ദൈവം എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്ന് നിനക്ക് ഉറച്ചു വിശ്വസിക്കുവാൻ സാധിക്കുമോ? ഒരു ശത്രു പോലും എൻ്റെ അടുക്കൽ വരാതിരിക്കത്തക്കവണ്ണം ദൈവം എനിക്ക് കോട്ട കെട്ടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? നിൻ്റെ മക്കൾ എവിടെയായിരുന്നാലും അവരെ സംരക്ഷിക്കുവാൻ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിൻ്റെ ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടിലും നിന്നെ അവസരങ്ങൾക്കനുസരിച്ച് സഹായിക്കുവാൻ ദൈവം ഇറങ്ങി വരുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ദൈവം അത്രയ്ക്ക് സ്നേഹനിധിയാണ്. നിൻ്റെ ചുറ്റിനുമുള്ള അന്ധകാരത്തെ മാറ്റുവാൻ ദൈവത്തിൻ്റെ പ്രകാശത്തിന് സാധിക്കും. നീ തന്നെ ഒരു പ്രകാശമായി മാറും. നിന്നിലേക്ക് മറ്റുള്ളതെല്ലാം ആകർഷിക്കപ്പെടും. ഒരു ശത്രുവിന് പോലും നിൻ്റെ അടുത്തേക്ക് വരുവാൻ ധൈര്യമുണ്ടാകുകയില്ല. നമുക്ക് ആ ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയിക്കാം. ലോകത്തെ വിട്ടുകളയാം. എന്തെല്ലാമാണോ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതെല്ലാം ഇന്ന് എൻ്റെ ദൈവം
സമൃദ്ധമായി എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അനുഗ്രഹത്താലും ദൈവം അവരെ എല്ലാവരെയും ദൈവത്തിൻ്റേതാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവായി എല്ലാ രാജ്യങ്ങളും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.